അമ്മേ മൂകാംബികെ. ഇതാണോ വേഷം? എനിക്ക് വസ്ത്രങ്ങളോട് പൊതുവെ ലേശം വിരോധ. എന്താ ഇത്? വെണ്ടയ്ക്ക കൊണ്ടാട്ടം. ഓ, ഇതോ? അത് പാവയ്ക്ക കിച്ചടി. അത് ശരി. എന്താണാവോ ഈ കറുത്തിരുന്നിട്ടുള്ളൊരു സാധനം? തിരുമേനിക്ക് വേണ്ടി പിണ്ടി കൊണ്ടുണ്ടാക്കിയ വാഴപ്പിണ്ടി. ഓ, പച്ചക്കറി അല്ലാണ്ട് വേറൊന്നും ഇല്ലേ? ഒന്ന് കടിച്ചൊന്നങ്ങടെ അമർത്തി ചവയ്ക്കാൻ. എനിക്ക് കോഴിയാട് അങ്ങനെയുള്ളൊരു നിർബന്ധവും ഇല്ല. മൂരി അസലായിരിക്കും. അല്ല, അത് ഈ നമ്പൂരി ആയോണ്ട്. അതിപ്പോ എന്റെ തെറ്റല്ലല്ലോ. നീ ആ കൽപ്പക പോയിട്ട് പിന്നെ ബീഫ് ബീഫ് വാങ്ങിച്ചോട്ട് വാ. ഇവിടത്തേക്കാന്ന് പറഞ്ഞാ മതി. തിരുമേനിക്ക് അത് പറയരുത്. ക്രാവ് നോക്കി വാങ്ങണേ. ഇളയിറച്ചി. കാള വരണം അല്ലേ? ലേശം വൈകുമല്ലോ. അതിനുള്ളിൽ നമുക്കൊന്നങ്ങടെ വിശന്ന് കിട്ടാൻ എന്താ ഒരു മാർഗം? എനിക്കൊരു ഗുണമുള്ള എന്താച്ചാൽ ഈ വിസ്കി ബ്രാൻഡി അങ്ങനെ ഒരു നിർബന്ധവും ശാഠ്യവും ഒന്നുമില്ല. അല്ല, തിരുമേനി ആയോണ്ട്. മേലാൽ എന്റെ ജാതിയുടെ പേര് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം എനിക്ക് നിർബന്ധ, പൂണൂര് ധരിച്ചും കൊണ്ട് ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാറില്ല. ഇതാ ഊരിയിരിക്കണം. അല്ല, അങ്ങനെയാണെങ്കിൽ സാധനം ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. കഴിക്കില്ല? മുമ്പ് കഴിക്കുമായിരുന്നു, ഇപ്പൊ കഴിക്കാറില്ല. ചില ശുംഭന്മാരുണ്ട്, കുടിക്കില്ല, വലിക്കില്ല, ഒന്നും അങ്ങോട്ട് ചെയ്യില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം, ദുഷ്ടന്മാരായിരിക്കും. ഇത് ലേശം കഴിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിക്കൊള്ളൂ, മനസ്സുകൊണ്ട് അവർ നല്ലവരായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രേ ഉള്ളൂ. വിഷമിക്കേണ്ട, സാധനം ഇനിയുണ്ട്. Cheers. Cheers. Oh, cheers. ഒരു കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാവരുത്. ഈ കേസിനെ സംബന്ധിച്ച് നാം തമ്മിൽ ഫീസിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ. ലേശം ഒന്നങ്ങോട്ട് കൂട്ടേണ്ടി വരും. കാരണം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അതിന് മറപിടിച്ചാൽ മതി. ഇതിപ്പോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്ഥാപിക്കുകയും വേണം, കുറ്റം വേറൊരുത്തന്റെ പെടലി കൂട്ടി കയറ്റുകയും വേണം. മെനക്കെട്ട പണിയാ. അല്ല, കാശൊരു പ്രശ്നമാക്കണ്ട, എത്ര വേണമെങ്കിലും തരാം. അതിവിടെ പറയണമല്ലോ. ഇക്കാര്യത്തില് മതി, ഇവിടെ പറഞ്ഞാ മതി. ഒരു നിമിഷം. ഇതായി, ഇതുമായി. ഇനി എന്നെ രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് കിടത്താനാണോ ശ്രമം? ഞാൻ വേണേ കൂട്ടിക്കിടക്കാം. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അറിയാമല്ലോ, നമ്പൂരിമാരാവുമ്പോ ലേശം ശൃംഗാരം ജാസ്തി ഉണ്ടാവും. ഉറങ്ങാനൊരു തുണ, അത് വിഷമിച്ചിട്ട് കാര്യമില്ല. മദ്രാസിൽ നിന്ന് 3 കേസ് കളഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ എനിക്ക് കിട്ടേണ്ട സൗകര്യങ്ങളെല്ലാം കിട്ടണം. അല്ല, അതെനിക്കറിയാം. ബിസിനസ് ആകുമ്പോ തിരുമേനിയുടെ താല്പര്യം എന്താന്ന് വെച്ചാ, നേരം എനിക്ക് മുഖ്യ, വെളുത്തിരിക്കണം. പാടണം എന്നുള്ള നിർബന്ധമില്ല, പക്ഷെ പാട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ നന്ന്. നൃത്തം വശം വേണമെന്നില്ല, പക്ഷെ പാട്ടിനൊത്ത് ചൂട് വെക്കാൻ സാധിച്ചാൽ വിശേഷായി. വേളി കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ എനിക്ക് പറയുന്നത്. ഇതിൽ നിങ്ങൾ സ്കോർ ചെയ്തു കേട്ടോ. നിങ്ങൾ ആളൊരു രഹസ്യം തന്നെയാ. അല്ല, ലേശം ബാക്കി ഉണ്ടാവില്ലേ? അല്പം എല്ലാം ഞാൻ ഏർപ്പാടാക്കാൻ തിരുവനി വന്നേ. വാ.